അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ നല്ലൊരു വിപ്ഡ് ക്രീം അല്ല എങ്കിൽ, നല്ലോണം നമ്മൾ ക്രീം വിപ്പ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതുപോലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. വിപ്പിങ്ങിന് കൺസിസ്റ്റൻസി ആവുന്നത് കണ്ടോണം, താഴെ മുട്ടി, എന്നിട്ട് പോലും ആ ക്രീം ഒരു തുള്ളി പോലും ടേബിളെ വീണില്ല. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പം കഴിഞ്ഞ ആഴ്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഷെഫ് ഉപയോഗിക്കുന്ന ക്രീം ഏതാണ്, അതുപോലെ തന്നെ ഷെഫ് എങ്ങനെയാണ് ക്രീം വിപ്പ് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്രീം വിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പ്രോപ്പറായിട്ട് വരുന്നില്ല, ഞങ്ങളുടെ ക്രീം സ്റ്റിഫ് അല്ല എന്നൊരു എല്ലാവരും ഒരുമാതിരിപ്പെട്ട 90% കമൻസും അതായിരുന്നു കേട്ടോ. അപ്പം അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് മിച്ചം വെച്ചാൽ കേട്ടോ. ഒരു പാക്കറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ഫ്രോസനും ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് ഫ്രോസനാണ്, ഇത് ഡീഫ്രോസ്റ്റ് ചെയ്തത്, ഇത് പൊട്ടിച്ചൊരു പാക്കറ്റ്. അപ്പോൾ ഈ 3 പാക്കറ്റ് ഞാൻ എടുത്ത് വെക്കാൻ കാരണമുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പൊട്ടിച്ച പാക്കറ്റ്. അപ്പോൾ പൊട്ടിച്ച പാക്കറ്റ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞ് നല്ലവണ്ണം കവർ ചെയ്ത് എയർ ടൈറ്റ്, അതായത് ഈ 3 ഭാഗം എയർ ടൈറ്റ് ചെയ്ത് മടക്കി വെച്ച് ടേപ്പ് ഒട്ടിക്കും. ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ക്രീം മിച്ചം വരെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അത്. അപ്പോൾ ഇത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെക്കും കേട്ടോ. ഇനി ഉള്ളത് ഇതിപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ക്രീം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരേ ഒരു വഴിയേ ചെയ്യാറുള്ളൂ. പല വഴികളുണ്ടെങ്കിലും ചൂടുവെള്ളത്തിൽ ഇടുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്, തലേദിവസം എടുത്ത് പുറത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഫ്രീസറിൽ നിന്ന് എടുത്ത് തലേ ദിവസം 24 മണിക്കൂർ മുമ്പേലും ഞാൻ എടുത്ത് ഇതെൻ്റെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം അത് നാച്ചുറലായിട്ട് നോർമൽ ആ ഒരു ടെമ്പറേച്ചർ തന്നെ ഡീഫ്രോസ്റ്റായി നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരു കാര്യം പറഞ്ഞു മറന്നുപോയി. ഇപ്പം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയും നല്ലോണം ഷെയ്ക്ക് ചെയ്യണമെന്ന് പറയും അല്ലേ. എല്ലാവരും പറയും ഷെയ്ക്ക് ചെയ്യണം. എന്താ കാര്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒരുപാടുപ്പെട്ട ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ക്രീം ഷെയ്ക്ക് ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ. അത് കാണിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ ക്രീം ഞാൻ എടുത്തിവിടെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവാ. സാറിന് ആരും കാണിക്കാത്ത പരിപാടിയാണ് കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കണം എന്തുകൊണ്ടാണ് ക്രീം ഷെയ്ക്ക് ചെയ്ത് എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. നമ്മളിത് കട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ തണ്ണയിലൊക്കെ വേണേൽ കൊടുക്കുക, ഇതൊക്കെ കട്ട് ചെയ്യുന്ന രീതി കാണിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ശരിയല്ലല്ലോ. നമ്മളൊരു പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഷെയ്ക്ക് ചെയ്ത് ക്രീം എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. നടുവേ കട്ട് ചെയ്യാണ്. കേട്ടോ, അപ്പോൾ കട്ട് ചെയ്തപ്പോഴത്തേന് രണ്ടും ഒരേപോലത്തെ ക്രീമാണ്. എങ്കിൽ ഷെഫെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേന് പകുതി ക്രീം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആവശ്യമുള്ള ഈ ക്രീം അങ്ങ് വിപ്പ് ചെയ്താൽ പോരെ, ഈ മിച്ചം വരുന്നത് ഈ ക്രീം അങ്ങ് വിപ്പ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും. സംശയമല്ല, നിങ്ങളെല്ലാവരും ചിന്തിക്കും. അപ്പോൾ എളുപ്പമല്ല, കുറച്ച് പൈസയൊക്കെ ലാഭിക്കാമല്ലോ, അല്ലെങ്കിൽ കുറേ നേരം സേഫായിട്ട് ഇരിക്കുമല്ലോ കുറച്ച് നാളൂടെ എന്ന് ചിന്തിക്കും. പക്ഷെ അതിന് വലിയൊരു തെറ്റുണ്ട് കേട്ടോ. ആ തെറ്റാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ അടിഭാഗത്തെ പാട്ടില്ലേ, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാരണവശാലും ക്രീം നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ള് പാക്കറ്റോട് കൂടി മാത്രമേ ഉള്ളൂ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് കാരണം ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ഈ അടിഭാഗം കണ്ടോ? ഈ അടിഭാഗം ഈ കിടക്കുന്നതാണ് ഷുഗർ. അതായത് നമ്മുടെ ക്രീമിൻ്റെ ഷുഗറാണ് ഈ അടിഭാഗത്ത് കാണുന്നത്. ഇതൊരിക്കലും പ്രോപ്പറായിട്ട് മിക്സ് ആവില്ല. ഇതുകൂടെ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ സംഭവം. നല്ല കട്ട് ചെയ്യാം കേട്ടോ, ഫ്രോസൺ ആയതുകൊണ്ടേ. ഇത് കണ്ടോ, നമ്മുടെ ഈ ക്രീമിൻ്റെ മൊത്തം ഷുഗറും ഈ അടിഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ. ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പകുതിയായിട്ട് എടുത്ത് ഷേക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഷുഗർ ഒരിക്കലും നമ്മുടെ ക്രീമായിട്ട് മിക്സ് ആവില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടത്തില്ല. മനസ്സിലായോ? ഒരു ഭയങ്കര ലൂസായിട്ടിരിക്കും. കാരണം ഷുഗറിൻ്റെ പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് ഈ ഒരു റെസിപ്പിക്ക് എല്ലാത്തിനും ഒരു കോമ്പോസിഷൻ ഉണ്ട്. ആ കോമ്പോസിഷൻ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ
ക്രീം ശരിയാകത്തില്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ക്രീം വിപ്പ് ചെയ്യുമ്പോഴത്തേനും ഒരു ദിവസം മുമ്പ് ഡീഫ്രോസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് നല്ലോണം ഷേക്ക് ചെയ്യുക, അതിനുശേഷം മാത്രമേ വിപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു പാക്കറ്റ് ക്രീം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഇതുണ്ടോ ഷുഗർ, ഇത് മുഴുവൻ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാറിയിരിക്കട്ടെ. ഇനി എങ്ങനെയാണ് ഞാൻ വിപ്പ് ചെയ്യുന്നൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞെടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം തന്നെ ഫ്രീസറിൽ പോകും തിരിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ നൈഫിനൊന്നും ആവശ്യമില്ല എന്നാലും. അപ്പം ഞാനൊരു ബൗള് ഇപ്പോൾ വിപ്പ് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പം റിച്ചൂസിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഗോൾഡ് ക്രീം ഉള്ളവർക്ക് ഗോൾഡ് ക്രീം യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ റിച്ചൂസിൻ്റെ തന്നെ നോൺ ഡെറിയുടെ സ്വീറ്റൺ ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് എൻ്റെ ഈ ആദ്യം എടുത്ത ഒരു പാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന കാണിച്ചില്ല ഞാൻ എങ്ങനെയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ക്രീമുണ്ട്, അത് ഞാൻ ആദ്യമേ ഒഴിക്കുവാണ് കേട്ടോ. അത് ഞാൻ ഒഴിച്ചു. ഇനി ഈ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ല, പക്ഷേ പ്രോപ്പറായിട്ട് തന്നെ ഒരു ദിവസം മുമ്പ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത ക്രീം പാക്കറ്റാണ് കേട്ടോ. എന്നാൽ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറച്ചുമേ കണ്ടില്ല ആ ക്രീമിൻ്റെ അകത്തെ ഷുഗർ അടിയിൽ പോയിരിക്കുന്നത്, അതെല്ലായിടത്തും ഈക്വൽ ആവാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് മൊത്തം ഒന്നും ഞാൻ എടുക്കുന്നില്ല, ഞാൻ ആവശ്യത്തിനുള്ള ക്രീം മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ പാത്രത്തിൽ കൊള്ളാന്നേ, കുറച്ച് മതി എനിക്ക്. ഓക്കെ, ഇത്രയും ക്രീം മതി. അപ്പം ഹാൻഡ് ബീറ്റർ വെച്ചാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്, വിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബീറ്റ് ചെയ്യുന്നതല്ല, ഹാൻഡ് ബീറ്റർ വെച്ചാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം സാധാരണ നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ, വലിയ മെഷീൻ സ്റ്റാൻഡ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പം ഞാൻ ചെറുതായിട്ട് വെച്ചിട്ട് സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ, അല്ല ഈ പ്രദേശം മുഴുവൻ നാശമായി പോകും, അതുകൊണ്ടാണ്. അപ്പം സ്ലോ ആയിട്ട് തുടങ്ങുക, എന്നിട്ട് പയ്യെ ഫാസ്റ്റ് ആക്കുക കേട്ടോ. അപ്പം ഞാൻ വിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈയും കൂടെ ആ മെഷീൻ്റെ കൂടുതൽ ഇങ്ങനെ അങ്ങ് കറക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ് തന്നെ എളുപ്പം കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം വിപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ ബ്ലേഡ് ശരിക്കും താഴോട്ട് കുത്തിപ്പിടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് അടിഭാഗത്ത് മുട്ടിയാൽ മതി, ഒരു കാരണവശാലും കുത്തിപ്പിടിക്കരുത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള ചിലപ്പം മെറ്റലിൻ്റെ പാത്രമൊക്കെയാണ്, അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ബീറ്റർ കുത്തിപ്പിടിച്ച് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടി ഇങ്ങനെ ഓടിച്ച് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ കൈ ഇങ്ങനെ കറക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ക്രീം പെട്ടെന്ന് വിപ്പായിട്ട് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഒരു പൊസിഷൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിപ്പാവില്ല. അതിൻ്റെ വിപ്പാവുള്ള എളുപ്പത്തിനോട് കൂടിയാണ് കേട്ടോ നമ്മൾ കൈ അനക്കി കൊടുക്കുന്നത് കേട്ടോ.
നമ്മുടെ ക്രീം ഏകദേശം വിപ്പായി. പക്ഷേ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇച്ചിരിയോടെ വിപ്പാകണം. ആ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഏത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കേക്കിന് മുകളിൽ ചെയ്യാൻ വേണ്ടിയ വിപ്പിംഗ് പരുവം കേട്ടോ. ഞാനതെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ക്രീം നല്ലോണം വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പരുവം നമുക്ക് കൃത്യമാണ് നമ്മുടെ ക്രീം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിങ്ങനെ വലിക്കുമ്പോഴത്തേന് ആ കൂട്ടത്തിൽ ആ ഡിസൈൻ ഉണ്ടാകുന്നത്. ഈ ഒരു പാകം നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ ഈ ഡെക്കറേഷൻ, അതായത് നോട്ട്, അതായത് പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ടിപ്പൊക്കെ ഇട്ട് ചെയ്ത നോട്ടുകൾക്ക് ഇച്ചിരിയോടെ തിക്ക് വേണം. എന്നാലേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ആ നോട്ട്, അതായത് നമ്മൾ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഷേപ്പ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കേക്ക് ഫിനിഷ് ചെയ്യാനാണെങ്കിൽ ഇത് മതി. ഇപ്പോൾ നമ്മുടെ ക്രീം ഫുള്ളായിട്ട് വിപ്പായി കഴിഞ്ഞു. ഞാൻ ബീറ്റർ എടുത്ത് മാറ്റുക കേട്ടോ. എന്നും പറയാനുള്ള പോലെ തന്നെ ഈ സൈഡിലൊക്കെ തെറിച്ചിരിക്കുന്നതൊക്കെ നമുക്കങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റാം. അതായത് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ക്രീം ഞാൻ ഫുള്ളായിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കൂട്ടടെ കറക്റ്റായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി, വിപ്പിങ്ങിന് കൺസിസ്റ്റൻസി ആവുന്നത് കണ്ടോണം. താഴെ മുട്ടി, എന്നിട്ട് പോലും ആ ക്രീം ഒരു തുള്ളി പോലും ടേബിളെ വീണില്ല. അപ്പോൾ അതായത് അത്രയ്ക്കും ഹോൾഡ് ചെയ്യണം നമ്മുടെ ക്രീം, ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യണം. അതാണ് നമ്മുടെ വിപ്പിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രീം നമുക്ക് സിമ്പിളായിട്ട് പൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു ഡിസൈനോടെ കാണിച്ചു തരാം. ഒരു ഡിസൈനാണ് കാണിക്കുന്നത്, ഒരുപാട് ഡിസൈൻസ് ഒന്നും പോകണില്ല. ജസ്റ്റ് ആ പൈപ്പിംഗ് കൺസിസ്റ്റൻസി ആയിട്ട് ക്രീം വിപ്പ് ചെയ്താണ് നിങ്ങളിപ്പോൾ കാണിച്ചത്. അപ്പം ഞാൻ പൈപ്പിംഗ് ബാഗ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടിപ്പ് ഫ്ലവർ ടിപ്പ് കേട്ടോ. ഫ്ലവർ അല്ല ഉണ്ടാക്കുന്നത്, പക്ഷേ ഫ്ലവറിൻ്റെ ടിപ്പാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പോൾ ചിലർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു നോൺ ഡെറി ക്രീം കേട്ടോ, ഡെറി ക്രീം ചെയ്തപ്പോൾ തന്നെ ഒരാൾ പറഞ്ഞു ഷേപ്പിൻ്റെ ക്രീം ഓവർ വിപ്പാണ്. ഓവർ വിപ്പ് അല്ലായിരുന്നത്, അത് ഡെറി ഫാറ്റുള്ള ക്രീമാണ്. നോൺ ഡെറിയും ഡെറിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമേ ഞാൻ ഇച്ചിരി കളയുവാണ് കേട്ടോ. നോക്കട്ടെ. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേക്കിന് മുകളിൽ ചെയ്യാം കേട്ടോ. കേക്കിൻ്റെയൊക്കെ സൈഡിലൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസൈൻസാണ്. അപ്പം നോക്കട്ടെ, നമ്മുടെ ഈ ക്രീം വെച്ച് നല്ലൊരു ഡിസൈൻ. എപ്പോഴും നമ്മൾ ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടിപ്പ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. എന്നാലുള്ള നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ചെറുതായിട്ട് ഞാനിങ്ങനെ നമ്മുടെ ടേണിംഗ് ടേബിൾ കേട്ടോ, ടേണിംഗ് ടേബിൾ എന്ന് പറയുന്നത്, റൊട്ടേറ്റർ എന്ന് ആദ്യമേ പറയാൻ വന്നത്. അപ്പം ടേണിംഗ് ടേബിൾ ചെറുതായിട്ട് കറക്കി വിട്ടു. എന്നിട്ട് ആ ടിപ്പ് മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഞെക്കി കൊടുക്കും കേട്ടോ. കണ്ടോ, ഒറ്റ ഡിസൈനേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് ഡിസൈൻസ് ഉള്ള കേക്കുകളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര മനോഹരമായിട്ടാണ് നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഞാൻ കേക്കിൻ്റെ മുകളിൽ ചെയ്തത്. കേക്കിന് മുകളിൽ റൊട്ടേറ്ററിൻ്റെ മുകളിൽ, കേക്ക് ടേണറിൻ്റെ മുകളിൽ ചെയ്തെന്ന്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ നല്ലൊരു വിപ്ഡ് ക്രീം അല്ല എങ്കിൽ, നല്ലോണം നമ്മൾ ക്രീം വിപ്പ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതുപോലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നല്ലോണം വിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ടെക്നിക്സാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ക്രീം ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡീഫ്രോസ്റ്റ് ഒരു ദിവസം മുമ്പ് 24 മണിക്കൂർ മുമ്പ് ഡീഫ്രോസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വിപ്പ് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഒരുപാട് കട്ടൊന്നും നമ്മൾ ചെയ്യത്തില്ല, ഒരുപാടല്ല, കട്ട് ചെയ്തിട്ടില്ല വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ക്രീം വിപ്പ് ചെയ്യുന്ന ക്രീം സ്റ്റിഫ് ആവുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇപ്പം നിങ്ങളുണ്ടാക്കുന്ന കേക്കുകളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഫോറം എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം see you next time.